അതിന് പോലീസ് സ്റ്റേഷനിൽ ബുക്ക് വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞു. പോലീസുകാരെ കുട്ടിൻ്റെ ബുക്കൊക്കെ കൊണ്ടുപോയിട്ട് ഇത് വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞു. ഇവർ 3 ആളും കൂടി പോയി വാങ്ങിയിട്ട് വന്നെത്തിയത് ഷിബുവിൻ്റെ അടുത്ത് അത് തീ വയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഏതെങ്കിലും ബുക്കില്ലാത്ത കുട്ടികൾക്ക് കൊടുത്തുകൂടാ, എന്തിന് തീ വയ്ക്കണ് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഇല കഷ്ണം ഇവിടെ വേണ്ട ഇങ്ങനെ പറഞ്ഞു. പിന്നെ ആ കുട്ടിൻ്റെ ഡ്രസ്സുകൾ അതും എല്ലാതും അലമാരയിൽ നിന്നൊക്കെ വലിച്ചിട്ട് തേടിയെടുത്ത് ഒന്ന് വേണമെങ്കിൽ ആ കുട്ടിൻ്റെ തുണി അവിടെ വെച്ചില്ല, അതും എല്ലാം എടുത്ത് തീ വെച്ച്. അപ്പോഴും ഞാൻ പറഞ്ഞു അനാഥ മഠത്തിൽ കൊണ്ട് കൊടുക്കുക, എന്തിനു ഇത് തീ വയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു അവളുടെ ഇല കഷ്ണം ഇവിടെ വേണ്ടെന്ന്. അത്രമാത്രമുള്ള ഒരു പെറ്റ മകള് ഇവിടെ എന്ത് ദ്രോഹമാണ് ചെയ്ത ആ കുട്ടി. മൂത്ത കുട്ടിയുടെയാണ്. മൂത്ത കുട്ടിൻ്റെ. രണ്ടാമത്തെ കുട്ടീൻ്റെയും ഇതുപോലെ ചെയ്തു. അത് ഞങ്ങൾ പോയേ ഇല്ല, പോയിട്ടില്ല. മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇങ്ങനെ ഇവനെ പറഞ്ഞു കൊടുത്തില്ലേ. അപ്പൊ മൂത്ത കുട്ടി ആ വീട്ടിൽ പുസ്തകമൊക്കെ തീ വെച്ചുവല്ലോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം, ദാരുണ സംഭവം ഉണ്ടായല്ലോ. അത് എത്ര സമയം കഴിഞ്ഞാണ്? അതും ഇതുപോലെ ഞങ്ങൾ പണിമാറി വരുമ്പോഴാണ്. ഏതാണ്ട് എത്ര വർഷം മാസം കഴിഞ്ഞു? 45 ദിവസമോ എന്തോ ആകുള്ളൂ. 53 ദിവസമാണ് എന്റെ ഓർമ്മ. അങ്ങനെ അത്രേ ആകുള്ളൂ. അപ്പോഴേക്കും ഈ കുട്ടി 4 മണിക്ക് എന്തോ ചോറിനാൻ വന്നു, ഉച്ച ചോറിനായി. അത് 4 മണിയാകുമ്പോഴാണ് വന്നിരിക്കുന്നു ആ ചോറിനാൻ വന്നത് തന്നെ. പിന്നെ ആ കുട്ടി വെളിയിൽ പോയിട്ടില്ല. അവരാണും പെണ്ണും തന്നെ പണിമാറി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ അവർ തന്നെയാണ് കണ്ടത്. അല്ലാണ്ട് ചുറ്റുമുള്ളവരാരും ഞങ്ങൾ ഒന്നും അറിയില്ല. ഈ മരിച്ചു കിടക്കുന്ന വിവരം ഇവരാണ് ആദ്യം കണ്ടത്. അവർ തന്നെ ആദ്യം കണ്ടത്. അപ്പൊ ഈ കുട്ടി പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയും അത് തന്നെ ചെയ്തു എന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്. തങ്കച്ചേച്ചിയോട് വന്ന് ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ ഈ ചെറിയ കുട്ടി പറഞ്ഞു അതുപോലെ ആ ചെറിയ കുട്ടി ചെയ്തു. എന്നിട്ട് നമ്മ തീരുമാനിക്കാൻ പറ്റില്ല, എങ്ങനെയല്ല ഇരിക്കാൻ തോന്നുന്നില്ല എന്നല്ല ആ കുട്ടി പറഞ്ഞത്. അപ്പോ രണ്ടാമത്തെ കുട്ടി മരിച്ച സമയത്ത് ഭാഗ്യവതിയും ഷാജിയും ഷിബുവാണ് ആദ്യം കണ്ടത്. അവരാണ് കണ്ടത്. അതിന് ശേഷമാണ് പുറലോകം അറിഞ്ഞത്. ശരി. അത് എത്ര മണിക്കായിരുന്നു? വൈകിട്ടാണ്. വൈകിട്ട് ഒരു 4 മണി ഉണ്ടാവും ഈ കുട്ടി ഇത് ചെയ്യുമ്പോ. എത്ര മണിക്ക് വന്ന് കണ്ടു എന്നുള്ളതൊന്നും അറിയില്ല. ഞങ്ങൾ 5 മണിക്ക് പണി മാറിയിട്ട് ഇവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ നമ്മുടെ റോട്ടിൽ വെച്ച് ഒരാൾ പറഞ്ഞു രണ്ടാമത്തെ കുട്ടിയും ഇങ്ങനെ ചെയ്തു. എത്ര വയസ്സുണ്ടെന്ന് ആ കുട്ടിക്ക്? അവൾക്ക് ഏതാണ്ട് 9-10 വയസ്സാണ്. എത്ര പഠിക്കുന്നത്? 9 തോന്നുന്നു.